കേരളത്തിൽ LDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ചും വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നടത്തിയ പരാമർശം ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുവാൻ ഒരു മലയാളി വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയും അതിന് ലഭിച്ച ഔദ്യോഗിക മറുപടിയുമാണിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. തൃശൂർ സ്വദേശിയും ഫിനാൻഷ്യൽ ജേർണലിസ്റ്റുമായ തോമസ് 2026 മെയ് 1 കണക്കനുസരിച്ച് കേരള ട്രഷറിയിൽ എത്ര തുക ബാക്കിയുണ്ടെന്നറിയാൻ സംസ്ഥാന ധനമന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിനു മറുപടിയായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക മെമ്മോയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2026 മെയ് 1 5429 കോടി 1 ലക്ഷം രൂപ ട്രഷറിയിൽ മേൽച്ചിലവ് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയായി ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഓരോ ദിവസത്തെയും വരവ് ചിലവുകൾ കണക്കാക്കിയ ശേഷം വരുന്ന സപ്ലൈസ് തുക RBIക്ക് കൈമാറുകയും RBI ഇത് ട്രഷറി ബില്ലുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രഷറി ബില്ലിന്റെ വിവരങ്ങളാണ് മറുപടിയായി ലഭിച്ചത്. ധനസ്ഥിതി മോശമാകുമ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി സംസ്ഥാനങ്ങൾ ഉപയോഗിക്കാറുള്ള വോയിസ് ആൻഡ് മീൻസ് അഡ്വാൻസ്, സ്പെഷ്യൽ ഡോയിങ് ഫെസിലിറ്റി തുടങ്ങിയ മാർഗങ്ങൾ വഴി കേരള സർക്കാർ അമിതമായി കടമെടുത്തിട്ടില്ല എന്ന് RBI മെമ്മോ വ്യക്തമാക്കുന്നു. ട്രഷറിയിൽ തുകയുണ്ടെങ്കിലും ഇതിന് മാത്രം അടിസ്ഥാനമാക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായി അളക്കാനാകില്ല എന്നും തോമസ് ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന്റെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനം ഏകദേശം 13 ലക്ഷം കോടി രൂപയാണ്. ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ 5000 കോടി എന്നത് ചെറിയൊരു തുകയാണ്. കഴിഞ്ഞ 4 സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിന്റെ കടവും GSDPയും തമ്മിലുള്ള അനുപാതം കുറഞ്ഞു വരുന്നതായി കാണാം. വരും സാമ്പത്തിക വർഷത്തിൽ ഇത് ഏകദേശം 32% കുറയുമെന്നാണ് ബജറ്റ് എസ്റ്റിമേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അമിതമായ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നും സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്രോതസ് നിലവിൽ ഖജനാവിൽ ഉണ്ടെന്നുമാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്.